എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രംഗേക്കുട്ട മെത്തേഡ് പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രംഗേക്കുട്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഗുഡ് മെത്തേഡ്സ് യൂസ് ടു സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം അതൊന്ന് ഞാൻ റിവൈസ് ചെയ്യുന്നു, എന്താണ് രംഗേക്കുട്ട മെത്തേഡ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ എറർ വി നീഡ് ടു എക്സ്പെക്ട് ഇൻ ദിസ് രംഗേക്കുട്ട മെത്തേഡ്. അപ്പം എല്ലാവരും ഒന്ന് ഓർക്കുക, എന്തായിരുന്നു നമ്മൾ പഠിച്ച രംഗേക്കുട്ട മെത്തേഡ്? നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം dy by dx ഈക്വൽ ടു f of xy എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ we have to solve this equation. നമുക്ക് ഈ dy by dx ഈക്വൽ ടു f of xy എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യണം എന്ന് കരുതുക. അതിനുവേണ്ടി നമുക്കൊരു ഇൻഫർമേഷൻ തന്നിരിക്കും. ഇനിഷ്യൽ പോയിന്റ് means at x equal to x0 y എത്രയെന്ന് തന്നിരിക്കും, y0 എന്ന് തന്നിരിക്കും. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? What is y when x equal to x1, what is y when x equal to x2 എന്ന് ഉള്ള ഓരോ വാല്യൂവിനും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? y1 y2 ഒക്കെ കണ്ടുപിടിക്കണം. We have two methods, രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഓയിലേഴ്സ് മെത്തേഡ് ആണ്, രണ്ടാമത്തത് രംഗേക്കുട്ട മെത്തേഡ് ആണ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? x0 y0യിൽ നിന്നും x equal to x1. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, all x values are equidistant, which means എല്ലാ x valuesഉം xn എന്ന് പറയുന്നത് നിങ്ങൾക്ക് x0 plus nh എന്ന് പറഞ്ഞ് എഴുതണം. എല്ലാ x valuesഉം തമ്മിൽ h എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ മാത്രമേ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ y y0 ആണ്, എപ്പോൾ x x0 ആണെങ്കിൽ x x1 ആകുമ്പോൾ y1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, y1 equal to y0 plus half k1 plus k2. So this is the second order Rengekutta method. Using x0 y0 we calculated y1 using this formula, y0 plus half k1 plus k2. And what are these k1 and k2? എന്തായിരുന്നു k1 and k2? k1 എന്ന് പറയുന്നത് it is h into f of x0 y0, h into f of x0 y0. ഇതിനെ നമ്മൾ അല്പം കൂടി ഷോർട്ട് ഫോമിൽ h f0 എന്ന് എഴുതി, h f0 എന്ന് എഴുതി. ആൻഡ് വാട്ട് ഈസ് k2? k2 എന്ന് പറയുന്നത് h into f of x0 plus h y0 plus k1. അപ്പം k2 കണ്ടുപിടിക്കാൻ ഫംഗ്ഷനിൽ x0 plus h, അതേപോലെ തന്നെ നിങ്ങൾ k1 കണ്ടുപിടിക്കും, അത് y0 plus k1 കണ്ടുപിടിച്ചിട്ട് ഫംഗ്ഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം? k2നെ കണ്ടുപിടിക്കണം. ഇത് അല്പം കൂടെ നന്നായിട്ട് എഴുതിയാൽ it is nothing but h into f of x1 y0 plus h f0, f of x1 y0 plus h f0. ഇങ്ങനെ k1 ഉം k2 ഉം കണ്ടുപിടിച്ച് നമ്മൾ y1 നെ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് y1 കിട്ടിയതിന് ശേഷം ഈ കാൽക്കുലേറ്റ് y2. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ രംഗേക്കുട്ട മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത്, ഈ രംഗേക്കുട്ട മെത്തേഡിൽ എത്രമാത്രം എറർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, all these numerical techniques are approximation methods. അപ്പോൾ ഈ അപ്രോക്സിമേഷൻ മെത്തേഡിൽ we need to expect some error. അപ്പോൾ ഓരോ മെത്തേഡിലും നമ്മൾ ഈ എറർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതേപോലെ രംഗേക്കുട്ട മെത്തേഡിലും എത്രമാത്രം എറർ ഉണ്ട് എന്നത് നമുക്ക് എഴുതണം. ഇപ്പോൾ ഒരു എസ്സേ ചോദിക്കുമ്പോൾ രംഗേക്കുട്ട മെത്തേഡ് മാത്രം എഴുതി നിർത്താതെ we have to write down what is the error we need to, what is the error in the രംഗേക്കുട്ട മെത്തേഡ്. അതും കൂടെ എഴുതി വേണം നമ്മൾ ആ എസ്സേ തീർക്കാൻ. നിങ്ങൾ കഴിഞ്ഞ എല്ലാ മെത്തേഡിലും എറർ കണ്ടുപിടിച്ച രീതി നിങ്ങൾക്കറിയാം. വി യൂസ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ ടു ഫൈൻഡ് ഔട്ട് ദി എറർസ്. എന്ത് ചെയ്യും? ഇതിലിപ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡ് ഉണ്ട്, LHS ഉം RHS ഉം ഉണ്ട്. LHS ൽ യു ഹാവ് y1, RHS ൽ യു ഹാവ് ദ ഫോർമുല. നമ്മൾ രണ്ട് സൈഡും യു വിൽ എക്സ്പാൻഡ് യൂസിങ് ടൈലർ സീരീസ്. അതിനുശേഷം എത്ര ടൈംസ് വരെ LHS ഉം RHS ഉം ഒരുപോലെ വരുന്നു എന്ന് നോക്കും. ഡിഫറൻസ് വരുന്ന ടൈം തൊട്ട് നമുക്ക് എറർ എക്സ്പെക്ട് ചെയ്യാമെന്നതാണ് നമ്മൾ ഇതുവരെയും പഠിച്ച മെത്തേഡുകളിൽ ചെയ്തത്. അത് തന്നെയാണ് രംഗേക്കുട്ട മെത്തേഡിലും ചെയ്യുന്നത്. നമ്മൾ y1നെയും അതായത് LHSനെയും അതുപോലെ തന്നെ RHS ആയ y0 plus half k1 plus k2നെയും നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യും. LHS ആയ y1നെ നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? y1 equal to around y0. y1 എന്ന് പറയുന്ന ടേം അറൗണ്ട് y0 ചെയ്താൽ നമുക്കറിയാം it is y1 equal to y0 plus h into y0 dash plus
x square by 2 factorial y0 double dash plus etc. ഇതാണ് y1 around y0യെ ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിനെ വേണം ടൈലർ സീരീസ് എക്സ്പാൻഷൻ നടത്തേണ്ടത്. പക്ഷെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ടൈം ഈസ് ഇറ്റ് ഈസ് y0, കുഴപ്പമില്ല. ദെൻ സെക്കൻഡ് ടൈം ഹാഫ് k1 ആണ്. k1 എന്ന് പറയുന്നത് f of x0 y0 ആണ്. അതും നമുക്ക് അറൗണ്ട് y0 തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ടൈം k2 ആണ്. k2 എഴുതി, k2നെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ വാട്ട് ഈസ് k2? k2 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, k2 ഈക്വൽ ടു h f ഓഫ് ഇവിടെ ഉണ്ട് x0 പ്ലസ് h y0 പ്ലസ് h f0. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് f ഓഫ് x0 പ്ലസ് എച്ചും y0 പ്ലസ് h f0യും വന്നാൽ, അതായത് x-നും ഒരു ഇൻക്രിമെന്റ് ഉണ്ട് y-ക്കും ഒരു ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ അത് രണ്ടും കൺസിഡർ ചെയ്ത് വേണം ടൈലർ സീരീസ് which is the general form of the Taylor series expansion. അത് ശ്രദ്ധിച്ച് ആ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? k2 ഈക്വൽ ടു എഴുതി കഴിഞ്ഞാൽ we will have h into ഇത് in terms of f of x0 y0 യിലാണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് f0. f of x0 y0 ക്ക് നമുക്ക് f0 എന്ന് ഇടാം. പ്ലസ് അടുത്ത എന്ത് വരും? x ന്റെ ഇൻക്രിമെന്റ് into dou f by dou x at x equal to x0 at x equal to x0 h into dou f by dou x at x equal to x0. അതുപോലെ തന്നെ y യുടെ ഇൻക്രിമെന്റ് എത്രയാണ്? h f0 ആണ്. h f0 into dou f by dou y at y equal to y0. dou f by dou y at y equal to y0. അത് നിങ്ങൾക്കറിയാം, this term the whole square by 2 factorial സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ വരും. അത് നമ്മൾ എടുക്കുന്നില്ല, കാരണം h എന്ന് പറയുന്നത് വളരെ സ്മോൾ ഇൻക്രിമെന്റ് ആണ്. അതുകൊണ്ട് ഹയർ പവേഴ്സ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. നമുക്ക് അതിനെ കോമൺ ആയിട്ട് ഇതിനെ ആ കോഎഫിഷ്യന്റ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് we are giving a common term o which is o into x square. So in this way we can write the Taylor series expansion of this term f0 plus ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ലഘൂകരിച്ച് എഴുതിയാൽ f0 plus h into dou f by dou x0 which is dou f by dou x at x equal to x0 plus h f0 dou f by dou y0 plus o x square. ആ o എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, this term the square by 2 factorial into second order derivative. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം o h square ആയിട്ട് ഞാൻ നിർത്തി. അടുത്ത നമ്മൾ ഇതിന്റെ ബാക്കി എഴുതുന്നതിന് മുന്നേ നമുക്കിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷനായി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? dy by dx എന്ന് പറയുന്നത് f of xy എന്നതായിരുന്നു. dy by dx എന്ന് പറയുന്നത് f of xy എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ഈ ഒരു ഫോമിൽ ഒരു ഇക്വേഷൻ കിട്ടിയാൽ dy by dx equal to f of xy എന്ന് കിട്ടിയാൽ നമുക്ക് അറിയേണ്ട രണ്ട് കാര്യമുണ്ട്. വാട്ട് ഈസ് d square y by dx square? If dy by dx equal to f of xy, what is d square y by dx square, which is nothing but എന്താണ്? d by dx of f of x. ഇതിനെ നമുക്ക് ഏത് രീതിയിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ if dy by dx equal to f of xy എങ്കിൽ what is d square y by dx square, or what is d by dx of f of x? എങ്ങനെ ആയിരിക്കും ഇത് വരുന്നത്? what is d by dx of f of xy? d by dx of f. അപ്പോൾ d by dx of f of xy, f of xy രണ്ട് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ d by dx ഉപയോഗിക്കുമ്പോൾ we have to use the partial differential equation. നമുക്ക് എങ്ങനെ എഴുതാം d by dx of f of xy which is dou by dou x of f of xy dou by dou x of f of xy dou x by dou x plus
What is next? Dou by dou y of f of xy dou y by dou x. ഈ ഒരു രീതിയിലല്ലേ ടോട്ടൽ ഡെറിവേറ്റീവ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഡോ വൈ ബൈ ഡോ എക്സ്. ഇതിലെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ എങ്ങനെ കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അടുത്ത ടേം ഇൻറ്റു 1 ആണ് പ്ലസ് ഡോ വൈ ബൈ ഡോ എക്സിന് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എഫ് ഓഫ് എക്സ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ ഡോ എഫ് ബൈ ഡോ വൈ. അതായത് നമുക്ക് അവസാനം കിട്ടിയത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. ചുരുക്കി പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് എഫ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ. ഈ രീതിയിലായിരിക്കും അത് വരുന്നത്. ഇതേപോലത്തെ ഒരു ടേം നമ്മൾ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത സ്ഥലത്തുമുണ്ട്. ഇവിടെ നെറ്റ് കോമൺ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടേം ഉണ്ട്. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് എഫ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. അവിടെ അറ്റ് എക്സ് ഈക്വൽ ടു x0 ആണ്, ഇത് എഫ് ഓഫ് x0 y0 ആണ്. എങ്കിലും ദ ഫോം ഈസ് സിമിലർ. ഇറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് എഫ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. വിച്ച് ഇസ് നത്തിങ് ബട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ എച്ച് ഇൻറ്റു f0 പ്ലസ് എച്ചിനെ കോമൺ ആയിട്ട് എടുത്താൽ ഡോ എഫ് ബൈ ഡോ x0 പ്ലസ് f0 ഡോ എഫ് ബൈ ഡോ y0 വിച്ച് ഈസ് നത്തിങ് ബട്ട് എച്ച് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് x0 y0 അല്ലേ? ഇവിടെ എന്ത് വരണം? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് x0 y0 ആണ്. അതിന് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? f0 എന്നതാണ് നമ്മൾ എടുക്കുന്നത്. സോ എച്ച് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് f0 പ്ലസ് വാട്ട് ഇസ് നെക്സ്റ്റ്? അടുത്ത ടേം നമ്മൾ എടുക്കുന്നില്ല. എന്തുമായിക്കൊള്ളട്ടെ, we are taking as a common coefficient which is denoted by o x square. അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്താൽ h ഇൻറ്റു f0 പ്ലസ് h ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് f0 വിച്ച് ഇസ് നത്തിങ് ബട്ട് f0 ഡാഷ് ആണ്. f0 ഡാഷ് പ്ലസ് o h സ്ക്വയർ. o h സ്ക്വയർ. എച്ചിനെ നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയാൽ യു വിൽ ഗെറ്റ് h f0 പ്ലസ് h സ്ക്വയർ f0 ഡാഷ് പ്ലസ് o. ആ h സ്ക്വയറിന്റെ കൂടെ നമുക്ക് എന്ത് വരും? h ക്യൂബ് വരും. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഈസ് നത്തിങ് ബട്ട് വൈ ഡാഷ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എവിടെ കണ്ടാലും നമുക്ക് വൈ ഡാഷ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷിനെ എവിടെ കണ്ടാലും നമുക്ക് y0 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞൂടെ? സോറി, y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞൂടെ? ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അതായത് h ഇൻറ്റു f0 എന്നുള്ളതിന് പകരം we can substitute it with h ഇൻറ്റു f0ക്ക് പകരം ആരെ കൊടുക്കുക? f0ക്ക് പകരം y0 ഡാഷ് കൊടുക്കുക പ്ലസ് x സ്ക്വയർ y0 ഡബിൾ ഡാഷ് കൊടുക്കുക പ്ലസ് o h ക്യൂബ്. അപ്പോൾ f0 മാറ്റി നമ്മൾ y0 ഡാഷ് f0 ഡാഷിന് പകരം y0 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് നമ്മുടെ ടൈലർ സീരീസ് എക്സ്പാൻഷനെ കൊണ്ടുവരണം. LHSലും RHSലും ആ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതണം. RHS ഒന്ന് എഴുതി പോയാൽ നമുക്ക് എന്ത് കിട്ടും? y0 അത് തന്നെ y0 പ്ലസ് ഹാഫ് ഇൻറ്റു K1 എന്ന് പറയുന്നത് h f of x0 y0 ആണ്, അല്ലെങ്കിൽ h f0 ആണ്. f0ക്ക് പകരം നമുക്ക് ആരെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു? y0 ഡാഷ് എന്ന് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് h y0 ഡാഷ് പ്ലസ് K2ന് പകരം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ എന്താണ്? h y0 ഡാഷ് പ്ലസ് h സ്ക്വയർ y0 ഡബിൾ ഡാഷ് പ്ലസ് o h ക്യൂബ്. ഇതാണ് നമുക്ക് കിട്ടിയ
K2 രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എഴുതാം K1 plus K2. അപ്പോൾ എല്ലാവരും കാര്യം ചെയ്യേണ്ടത് ഇതിനോടൊപ്പം തന്നെ നിങ്ങളൊരു നോട്ട്ബുക്കിൽ ഈ സ്റ്റെപ്പ് ഓരോന്നായിട്ട് എഴുതി പോവുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ LHSലെ Y1 ഇവിടെ ഉണ്ട്. RHSനെ നമ്മൾ ഒന്നും കൂടെ എഴുതുന്നു. RHS എന്ന് പറയുന്നത് എന്തായാലും വന്നത് Y0 plus half into നമുക്ക് ഹാഫ് അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് h y0 dash plus h y0 dash 2h y0 dash ആണ്. ഹാഫ് ഹാഫ് പോകുമ്പോൾ ഇറ്റ് ഈസ് h y0 dash പ്ലസ് ബാക്കി വരുന്നത് x square by 2 y0 double dash പ്ലസ് ഹാഫ് അവിടെ വന്നു കഴിഞ്ഞാലും ഇറ്റ് ഈസ് അനദർ കോഎഫിഷ്യന്റ്. ഞാൻ അതിനെ എടുക്കുന്നു h3. ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന RHSൽ കിട്ടിയിരിക്കുന്ന വാല്യൂസ്. ഇത് നിങ്ങളുടെ LHSുമായിട്ട് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ you can see y0 is same, h y0 dash is same, h square by 2 y0 double dash is same. So up to h square രണ്ട് സൈഡും ഈക്വൽ ടേംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ടേം തൊട്ടാണ് അവിടെ തെറ്റ് വരുന്നത് അല്ലെങ്കിൽ ഒരു എറർ വരുന്നത് we have to expect from h3. So from this it is clear that in this equation both sides of this equation agree up to the term of order h square, which means that the error in this formula is of the order of h cube. h cube എന്ന് പറയുന്നതിന്റെ രീതിയിലായിരിക്കും ഇതിന്റെ എറർ വരുന്നത്. So if you take h value high, more error will occur. അതുകൊണ്ട് h values വളരെ ചെറിയൊരു വാല്യൂസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. h ക്യൂബിന്റെ എറർ ആയിട്ടായിരിക്കും രംഗേക്കുട്ട മെത്തേഡിൽ എറർ വരുന്നത്. So this is the error in second order രംഗേക്കുട്ട മെത്തേഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ആ സ്റ്റെപ്പുകൾ നോക്കുക. നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.